Hi students, welcome to Compass International. ജർമ്മനി സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, ഡെഡ് ലൈൻസ് എപ്പോഴൊക്കെയാണ് വരുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോയിൻറ്റ്സ് ആണ്. അതായത് ജർമ്മനിയിലേക്ക് സ്കോളർഷിപ്പ് നോക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി അബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലെങ്കിലും ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, എന്താണ് ജർമ്മനി സ്കോളർഷിപ്പ് അഡ്മിഷൻ പ്രൊസീജിയർ. സോ ബേസിക്കലി ജർമ്മനി നോക്കുന്ന കുട്ടികൾ ആ കൺട്രീസിൻ്റെ നമ്മൾ എല്ലാ വീഡിയോയിൽ പറയുന്ന പോലെ ഏത് കൺട്രിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ആ കൺട്രിയുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ കൺട്രീനെ കുറിച്ച് ചെറിയൊരു റിസർച്ച് ചെയ്തിരിക്കണം. സോ ബേസിക്കലി ജർമ്മനിയിൽ വരുന്നത് 2 ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഒന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും പിന്നൊന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയും. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പം ഗവൺമെൻറ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫീസ് ഇല്ലാത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള ജർമ്മൻ സ്റ്റുഡൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിനും പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ പഠിക്കാം. പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേറെ കുറച്ച് ഡൗട്ട്സ് ആണ് ജർമ്മൻ ലാംഗ്വേജ് വേണ്ടേ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു റിക്വയർമെൻറ്റ് പറയുന്നത്. അതായത് ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നമുക്ക് ഒരിക്കലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല, കാരണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. പക്ഷേ കുട്ടികൾ IELTS മാൻഡേറ്ററി ആയിട്ട് തന്നെ എഴുതണം. അത് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സിനോടൊപ്പം ഇല്ലെങ്കിൽ തന്നെ ലേറ്റർ സ്റ്റേജിൽ, അതായത് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 1 മന്തിൻ്റെ ഉള്ളിലെങ്കിലും IELTS ക്ലിയർ ചെയ്തിരിക്കണം. സ്കോളർഷിപ്പ് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ്, അതായത് ഏതൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്. അത് നമുക്ക് അറിയാം, അല്ലെങ്കിൽ പല സ്റ്റുഡൻസും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ റിസർച്ചിൽ തന്നെ അറിഞ്ഞു കാണും. അതായത് നോർമലി ഈ പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിൽ കൂടുതലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആണ് സ്കോളർഷിപ്പ് കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് BCom കഴിഞ്ഞതോ അല്ലെങ്കിൽ BBA കഴിഞ്ഞത്, അതുമല്ല മാനേജ്മെൻറ്റ് സെക്ടറിൽ നോക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും നല്ലത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. കാരണം ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് കാറ്റഗറിയിൽ കൂടുതലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് തന്നെയാണ് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് സ്കോളർഷിപ്പിൽ വരുന്നത്? അതിനൊരു സ്പെസിഫിക് കൺട്രിക്ക് അവരുടേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. കാരണം നമുക്കറിയാം ജർമ്മൻ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. പല ഓട്ടോമൊബൈൽ കമ്പനീസിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നതും ജർമ്മനിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ജർമ്മൻ ലൊക്കേറ്റഡ് ആയതുകൊണ്ടും അതുമായിട്ടുള്ള റിലേറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസും ജർമ്മനിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് സ്കോളർഷിപ്പ് കാറ്റഗറിയിൽ വരുന്നത്. കംപ്ലീറ്റ്ലി സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോഴും ജർമ്മനിയിലേക്ക് ചില യൂണിവേഴ്സിറ്റീസിൽ ചെറിയൊരു എമൗണ്ട് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അത് വലിയൊരു എമൗണ്ട് അല്ല, വളരെ ചെറിയൊരു എമൗണ്ടാണ്. ഒരു 20,000-30,000 രൂപയ്ക്ക് സെമസ്റ്റർ കോൺട്രിബ്യൂഷനായിട്ട് വരുന്നുണ്ട്. പബ്ലിക് ഫണ്ടഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ, അതും സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് റിക്വയർമെൻറ്റ്സ്. പല യൂണിവേഴ്സിറ്റീസിലെ എൻട്രി റിക്വയർമെൻറ്റ് 70% എബവ് ഉള്ള കുട്ടികൾ, അതായത് ജർമ്മൻ ഗ്രേഡ് ഒരു 2.5, 2.6 ഗ്രേഡ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ അവർ പറയുന്നത്, യൂണിവേഴ്സിറ്റി പറയുന്നത് കുട്ടി എലിജിബിൾ ആണെന്നുള്ള. പക്ഷേ കോമ്പറ്റീഷൻ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ സീറ്റ്സും ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ബെറ്റർ ഒരു അക്കാഡമിക് പ്രൊഫൈൽ, അതായത് ഒരു 80% കൂടുതലുള്ള കുട്ടികൾ എപ്പോഴും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ചില പ്രോഗ്രാംസിലേക്ക് ചില യൂണിവേഴ്സിറ്റി, ഇപ്പോൾ TU യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ, TU എന്ന് ഞാൻ പറഞ്ഞു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഒരു ടേമാണ് ജർമ്മനിയിൽ യൂസ് ചെയ്യുന്നത്. ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസിൽ തന്നെ ചില പ്രോഗ്രാംസിലേക്ക് വരുമ്പോൾ GRE GMAT റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഏതൊരു കോഴ്സിനും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ആ യൂണിവേഴ്സിറ്റിയുടെ എൻട്രി റിക്വയർമെൻറ്റ്സ് കയറി ചെന്നിട്ട് അഡീഷണൽ ആയിട്ടുള്ള ചില എക്സാംസ്, ടെസ്റ്റ് അല്ലെങ്കിൽ GRE GMAT പോലത്തെ എക്സാംസും കൂടെ റിക്വയർമെൻറ്റിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുന്നത്. സോ ഇങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബേസിക്കലി ജർമ്മനി സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ 2 ഇൻടേക്കാണുള്ളത്. ഒന്ന് ഒക്ടോബർ ഇൻടേക്കും പിന്നെ ഒന്ന് ഏപ്രിൽ ഇൻടേക്കും. ഏത് ഇൻടേക്ക് ആണെങ്കിലും നമ്മളൊരു 6 to 8 മന്ത് മുമ്പെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ആപ്ലിക്കേഷൻ ഇടുന്ന സ്റ്റുഡൻസിനായിരിക്കും കുറച്ചും കൂടെ യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ചില റിക്വയർമെൻറ്റ്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ വരാം. സോ ഇതൊക്കെ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ
നമ്മൾ ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ തന്നെ മീറ്റ് ചെയ്യണം. അപ്പോൾ സോ ഒരു ഏപ്രിൽ ഇൻടേക്ക്, ഇപ്പോൾ വരാൻ പോകുന്ന ഇൻടേക്ക് ഏപ്രിൽ 2026 ആണ്. സോ ഓൾമോസ്റ്റ് ഓൾ യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആണ് 26ലേക്കുള്ളത്. ഇപ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് ടൈം. സോ ഓൾമോസ്റ്റ് ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴെങ്കിലും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അതായത് IELTS ആവാം, യൂണിവേഴ്സിറ്റിയുടെ എൻട്രി റിക്വയർമെൻറ്റ് ആവാം, ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ GRE, GMAT അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഒക്ടോബറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി സെപ്റ്റംബർ ഇൻടേക്ക്, ഈ ഇൻടേക്ക് കഴിഞ്ഞെങ്കിൽ പോലും ഇനി അടുത്ത കൊല്ലം സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഒരു ഐഡിയൽ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിസംബർ 2025, ഈ ഒരു ഇയർ എൻഡോടാകുമ്പോൾ നെക്സ്റ്റ് ഇയറിലെയും സ്റ്റാർട്ട് ചെയ്യും. സോ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏപ്രിൽ 2026 ഉള്ളിൽ എങ്കിൽ നിങ്ങൾ സെപ്റ്റംബറിലേക്കുള്ള ഒരു അഡ്മിഷൻ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏപ്രിൽ 2026ലേക്ക് ജർമ്മനി സ്കോളർഷിപ്പ് നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു റൈറ്റ് ടൈമാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വിസ റിക്വയർമെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെ ഡൗട്ട്സ് ആണെങ്കിൽ കോമ്പസ് ഇൻ്റർനാഷണൽ എക്സ്പേർട്ട് ടീം നിങ്ങൾക്കുണ്ട്. ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസിന് ജർമ്മനി സക്സസ്ഫുള്ളി പ്ലേസ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് കോമ്പസ് ഇൻ്റർനാഷണൽ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് വിസയിലേക്ക് വരുമ്പോൾ ഇനിയും കുറച്ച് ഡൗട്ട്സുകൾ വരാം. കാരണം വിസ ഈസ് ഓൾസോ നോട്ട് ഷോർട്ട് സ്റ്റെപ്പ്. അവിടെ APS വരുന്നുണ്ട്, അതേപോലെ ബ്ലോക്ക് എമൗണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു റൈറ്റ് സ്റ്റെപ്പ്, ഒരു റൈറ്റ് ആപ്ലിക്കേഷൻ ഗൈഡൻസ് തന്നെ നിങ്ങൾക്ക് കോമ്പസ് ഇൻ്റർനാഷണൽ വഴി കിട്ടും. സോ കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ട്ലൈൻ നമ്പർ, അതായത് കോമ്പസ് ഇൻ്റർനാഷണൽ ഹോട്ട്ലൈൻ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.